തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. സ്വീറ്റ് ബനാന ബ്രെഡ് ബോൾ. അതിനായിട്ട് നമുക്ക് 4 ചെറുപഴം തൊലി കളഞ്ഞ് എടുത്തു വെക്കാം. ഇത് നമ്മൾ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് നമ്മൾ മൈസൂർ പഴം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതാണ് ഇതിന് ടേസ്റ്റ്. അപ്പോൾ പഴമൊക്കെ നമ്മൾ തൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കുപ്പി ഗ്ലാസ്സോ ഏത് ഗ്ലാസ്സെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താലും മതി, അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഉടച്ചെടുത്താലും മതി. നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കണം. നമ്മൾ കഷ്ണങ്ങളൊന്നും ഇല്ലാതെയാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഴം നന്നായിട്ട് ഉടച്ച് എടുത്തിട്ടുണ്ട്. മിക്സിയിൽ അടിക്കണ്ട, ഇങ്ങനെ ഉടച്ചാൽ തന്നെ മതി. ഇനി നമുക്ക് ഈ പഴത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും അങ്ങനെ ഓരോരുത്തരെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പഞ്ചസാരയും പഴവും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 8 ബ്രെഡാണ് പൊടിച്ചിട്ടുള്ളത്. അതിൽ മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണ്ട, വളരെ കുറച്ച് അവിടെ മാറ്റി വെക്കണം. നമുക്ക് ഇത് ബോൾസുകളാക്കിയിട്ട് റോൾ ചെയ്തെടുക്കണം ആ ബ്രെഡ് പൊടിയിലിട്ട് തന്നെ. അതിന് വേണ്ടിയിട്ട് കുറച്ച് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു 1/4 ഭാഗത്തോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബ്രെഡ് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സൈഡൊന്നും കളയണമെന്നൊന്നുമില്ല. അതോടുകൂടി പൊടിച്ചെടുത്താലും മതി, ഒരു കുഴപ്പമില്ല. ടേസ്റ്റിലൊന്നും നമ്മൾക്കൊരു വ്യത്യാസവും ഉണ്ടാവില്ല. ബ്രെഡ് പൊടിയും പഴവും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം കുഴച്ച് യോജിപ്പിച്ചെടുക്കുക. ഇത് നമ്മൾ ചപ്പാത്തി മാവൊന്നും കുഴക്കണ മാതിരി അത്ര തിക്കായിട്ട് വരില്ല. ഒരു അയഞ്ഞ കൺസിസ്റ്റൻസിയിലാണ് അത് നിൽക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോൾസുകളാക്കി എടുക്കാം. കുറച്ചെടുത്തതിന് ശേഷം അത് കൈയിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമുക്കൊരു ബൗൾസ് മാതിരി ഒരു ഷേപ്പിൽ ലഭിക്കും. അപ്പോൾ ആ ഒരു ഷേപ്പിലായതിന് ശേഷം ഇനി നമ്മൾ ബ്രെഡ് പൊടിയിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലായിടത്തും ഒന്ന് ആ ബ്രെഡ് പൊടി സ്പ്രെഡാക്കുക. അപ്പോൾ നമ്മൾ ബോൾസിൽ ബ്രെഡ് പൊടി സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. ഓരോരുത്തർക്കും അവനവന് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ തയ്യാറാക്കാം. ഇതിപ്പോൾ ബോൾസ് ആയിട്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ വളരെ ലൂസായിട്ട് തോന്നും. പക്ഷെ നമ്മളിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ പുറഭാഗമൊക്കെ നല്ല കട്ട്ലറ്റിൻ്റെ ഒക്കെ മാതിരി നല്ല ഒരു ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ ബോൾസുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് പൊരിഞ്ഞ് കിട്ടും. നമ്മൾ ആ ബ്രെഡിൻ്റെ പൊടി ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് തയ്യാറായി കിട്ടും. അപ്പോൾ നമ്മൾ നല്ല ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ മറിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ഇപ്പോൾ നമ്മൾ ബോൾസൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ മറിച്ച് കൊടുക്കുകയാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസും വേണ്ട. ബ്രെഡും പഴവും പഞ്ചസാരയും ഉണ്ടായാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബനാന ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു ബ്രൗൺ കളർ ആയാൽ നല്ല പാകമായിട്ടുണ്ട്. നമ്മൾ കട്ട്ലൈറ്റിൻ്റെ ഒക്കെ മാതിരി പുറമേ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും,
ഉള്ളിൽ വളരെ സോഫ്റ്റും ആയിരിക്കും. എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.